കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6th യൂണിറ്റ് വരെയായിരുന്നു കണ്ടത്. ലാസ്റ്റ് റിപ്പോർട്ടിംഗ് വെർബ്സ് വരെയായിരുന്നു നമ്മൾ നോക്കിയത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് 7th യൂണിറ്റ് ആണ് പ്രസന്റേഷൻ സ്കില്ല്. അപ്പം പ്രസന്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പ്രസന്റേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമല്ലോ, സ്ലൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്തില്ലേ. അപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മളൊരു ഒരു നോളജ് അല്ലെ ഒരു സബ്ജക്ട് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, നമ്മുടെ സ്കിൽസ് എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെ വേണം സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് എന്തൊക്കെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രസന്റേഷൻ സ്കിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 യൂണിറ്റുകളാണ് വരുന്നത്. അപ്പം 1-നകത്ത് നമ്മൾ നോർമൽ പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതും, സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രസന്റേഷൻ സ്കിൽ 1. യൂണിറ്റ് 8 എന്ന് പറയുന്നത് പ്രസന്റേഷൻ സ്കിൽ 2 എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നമ്മൾ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ചാർട്ടുകളൊക്കെ ഇല്ലേ, പൈ ചാർട്ടും ബാർ ചാർട്ടും അങ്ങനെയുള്ള ചാർട്ടുകളും ഡയഗ്രാംസും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 2 യൂണിറ്റ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രസന്റേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രസന്റേഷൻ സ്കില്ലിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട്, അതായത് എന്താണ് പ്രസന്റേഷൻ സ്കില്ലും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ നിങ്ങൾക്ക് തിയറി പാർട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, പ്രസന്റേഷൻസ് ആർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ ടു എ ഗ്രൂപ്പ്. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തിരിക്കുക. എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രസന്റേഷൻസ് ആർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ ടു എ ഗ്രൂപ്പ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിലേക്ക് ഇൻഫർമേഷൻസ് അല്ലെ ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു പ്രസന്റേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. ഹൗ യു ഡെലിവർ ഇത് ഇൻഫർമേഷൻ ഈസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടന്റ് ആസ് വാട്ട് യു സേ. അതായത് നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ള അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ആ സബ്ജക്ട് നമുക്ക് എത്രത്തോളം അറിയാമെന്നുള്ളതും അത് എത്രത്തോളം ഓഡിയൻസിന് മനസ്സിലായി എന്നുള്ളതുമാണ് ഈ പ്രസന്റേഷനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഹൗ യു ഡെലിവർ ദ ഇൻഫർമേഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ആസ് ഇമ്പോർട്ടന്റ് ആസ് വാട്ട് യു സേ. നോയിങ് യുവർ സബ്ജക്ട് ആസ് വെൽ ആസ് നോയിങ് യുവർ ഓഡിയൻസ് ആർ ബോത്ത് വെരി ഇമ്പോർട്ടന്റ്. ആ ഒരു പോയിന്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തോണേ. പിന്നെ പ്രസന്റേഷൻ സ്കിൽസിനെ പറ്റി പറഞ്ഞിരിക്കുക. അതായത് പ്രസന്റേഷൻ സ്കിൽസിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പറ്റി ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ആയിരിക്കണം നമ്മളൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ, അതായത് അതെന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വൈസ് പ്രോസസ് ആണ് നമ്മൾ ഈ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അതായത് സ്റ്റെപ്പ് 1 വരുമ്പോഴേക്കും എന്തായിരിക്കും നമ്മൾ ആദ്യമേ ചെയ്യുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ്, അതായത് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? നമ്മുടെ പർപ്പസ് വരുന്നുണ്ട്, ഓഡിയൻസിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സ്പെസിഫിക് ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? റിസർച്ച് ആൻഡ് ഗാദർ ദി കണ്ടന്റ്. അപ്പൊ എന്താണ് കണ്ടക്ട്? നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഗാദർ ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഓർഗനൈസ് ദി ഇൻഫർമേഷൻ ഉണ്ട്, ക്രിയേറ്റ് ആൻഡ് ഔട്ട്ലൈൻസ് ഉണ്ട്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചൂസ് ദ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ ഡിസൈൻ എൻഗേജിങ് സ്ലൈഡ്, ഇമേജസും ചാർട്ടും ഗ്രാഫും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. യൂസ് കൺസിസ്റ്റന്റ് ബ്രാൻഡിങ്. പിന്നെ പ്ലാൻ ദി സ്ട്രക്ചർ. അപ്പൊ പ്ലാൻ ദി സ്ട്രക്ചറിനകത്ത് കണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ക്വസ്റ്റ്യൻ ആൻസർ, സെക്ഷൻ. പിന്നെന്താണ്? 5 പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രാക്ടീസ് ആൻഡ്
റിഹേഴ്സ്. അതായത് നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നേരെ ചെന്ന്, അതായത് അത് നമ്മൾ ഒരു തവണ പോലും പ്രാക്ടീസ് ചെയ്ത് നോക്കാതെ ചുമ്മാ ചെന്ന് നമ്മൾ ചെയ്യരുത്. ആദ്യം കുറെ അതിന്റെ റിഹേഴ്സൽ കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ചെല്ലാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്റ്റെപ്പ് 5 പറഞ്ഞിരിക്കുന്നത്, പ്രാക്ടീസ് ആൻഡ് റിഹേഴ്സൽ. അപ്പൊ പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ, പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ പ്രസന്റേഷൻസ് അതില്ലേ. അപ്പം അതായത് നമുക്ക് എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്, പിന്നെ റിഹേഴ്സ് ടൈമിങ്, പിന്നെ ഫൈനലൈസ് ആൻഡ് റിഫൈൻ. അപ്പൊ റിവ്യൂ കണ്ടന്റ്, ചെക്ക് ഫോർ എറേഴ്സ്, മേക്ക് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്, സേവ് ആൻഡ് എക്സ്പോർട്ട്. അപ്പം ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം അതിനെപ്പറ്റി തന്നെയാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ, എന്തൊക്കെ കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് നമ്മൾ ഇത് കണ്ടോ, റൂം ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ. അതേപോലെ തന്നെ നമ്മുടെ ടൂണും പിച്ചും കാര്യങ്ങളും ഒക്കെ നമ്മൾ, അതായത് മോഡുലേഷൻ, നമ്മളിപ്പോ ഏത് റൂമിൽ വെച്ചിട്ടാണോ നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്നത്, അപ്പം ആ കാര്യങ്ങളൊക്കെ, ആ ടൂണ്, പിച്ച്, ആ മോഡുലേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, മെമ്മറൈസ് യുവർ ഇൻട്രൊഡക്ഷൻ. അതായത് ദിസ് ഹെൽപ്പ് യു ടു സൗണ്ട് കോൺഫിഡന്റ് ആൻഡ് ഇൻ കൺട്രോൾ. അപ്പൊ എന്താ, നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, അത് മൊത്തം പോകാനുള്ള സാധ്യത നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതേസമയം നമ്മുടെ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്താണ് കറക്റ്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതാണ്, അതായത് ഇൻട്രൊഡക്ഷൻ ആണ് എല്ലാം. ഇൻട്രൊഡക്ഷൻ നമുക്ക് ക്ലിയർ ആയി കറക്റ്റ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം ആ ഒരു ഫ്ലോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം ആദ്യം തന്നെ നമ്മൾ ഫ്ലോപ്പ് ആയി എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് മുൻപോട്ട് പോകാൻ പറ്റിയെന്ന് വരത്തില്ല, അവിടെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് പോയി. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ട്രൈ ടു ഇൻവോൾവ് ദ ഓഡിയൻസ് ആൻഡ് റെസ്പോണ്ട് ദെയർ റിയാക്ഷൻസ്. പിന്നെ കീപ് യുവർ സെന്റൻസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. അല്ലെ, നമ്മൾ സാധാരണ പ്രസന്റേഷൻ ചെയ്യുമ്പോഴേക്കും വലിയ എക്സ്പ്ലനേഷൻ, അതായത് നമ്മൾ പോയിന്റ് വൈസ് ആണ് നമ്മൾ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ പ്രസന്റേഷനകത്ത് വലിയ എസ്സേകളാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്, അല്ലല്ലോ, നമ്മൾ ഓരോ പോയിന്റ്സ് ആണ്. അപ്പൊ ആ പോയിന്റിനെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, പ്രസന്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിരിക്കണം. Never talk down or up to your audience. Treat them as equal no matter who they are. അപ്പൊ എന്തായാലും നമ്മൾ ഈക്വൽ ആയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിടത്തും പൊങ്ങാൻ, അതായത് ഡൗൺ അപ്പ് എന്ന് പറയുന്ന അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ടേബിളുകൾ, പിന്നെ ലൈനുകൾ, അങ്ങനെ ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലായിരിക്കും. നമ്മൾ വെറുതെ നമ്മുടെ സ്ലൈഡിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള ടേബിളുകളും ചിലപ്പോൾ ചില ഗ്രാഫുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആഡ് ചെയ്തെന്ന് വരും. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഡിയൻസ് അടുത്തത് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അവരുടെ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ, അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ആൻസർ നമ്മൾ കൊടുക്കണം. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രസന്റേഷൻ എത്രത്തോളം ഓഡിയൻസിന് ക്ലിയർ ആയി എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെയാണ് ഒരു പ്രസന്റേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതാണ്ട് ഇവിടെ ലാസ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നുണ്ടോ, പേ അറ്റൻഷൻ ടു യുവർ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, ഗസ്റ്റർ, പോസ്റ്റർ, മൂവ്മെന്റ്. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു പ്രസന്റേഷനകത്ത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പം അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണേ. അതായത് നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മൾ എവിടെയെങ്കിലും നോക്കിയിട്ടാണ് പ്രസന്റേഷൻ ചെയ്യുക, അത് നമ്മുടെ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഗസ്റ്റർ ഉണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ എന്താണ് നമ്മൾ ആക്ഷൻസ് ഒക്കെ കാണിക്കത്തില്ലേ, അപ്പൊ അത്, പിന്നെ എന്താണ് പോസ്റ്റർ ഉണ്ട്, നമ്മുടെ മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ്, അപ്പം ഓർത്ത് വെച്ചോണം. നിങ്ങൾക്ക് പ്രസന്റേഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തന്നിരിക്കുന്നത് നിങ്ങൾ തനിയെ നോക്കിയാൽ മതി. നെക്സ്റ്റ് ഇതിനകത്ത് ഇതുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുണ്ട്. ഹിയർ ഈസ് ദ സം മോർ വേസ് ടു സിഗ്നലിംഗ് ആൻഡ് സ്ട്രക്ചർ ഓഫ് യുവർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വേണം എന്നുള്ളത്. പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ആദ്യമേ കണ്ടോ ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് നമ്മൾ എന്താ ആദ്യമേ ചെയ്യേണ്ടത്, ഗ്രീറ്റിംഗ്സ് കണ്ടോ, ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓർ എവരി വൺ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചുമ്മാ ഒരു പ്രസന്റേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ആദ്യമേ നമ്മൾ എന്താണ് ഗ്രീറ്റിംഗ്സ് കൊടുക്കും. അതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ എന്താണ് നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളത് നമ്മൾ പറയും, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക, എന്ത് സെന്റൻസുകളാണ് നമ്മൾ കൊടുക്കുക, എങ്ങനെയാണ് നമ്മൾ അത് പ്രസന്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ ആ ടോപ്പിക് കണ്ടോ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു അബൌട്ട്, ഐ വുഡ് ലൈക്ക് ടു സേ ഫ്യൂ വേർഡ്സ് അബൌട്ട്, ഐ ആം ഹിയർ ടു മേക്ക് എ പ്രസന്റേഷൻ ഓൺ. അപ്പൊ കണ്ടോ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതുണ്ടോ, ദിസ് മോർണിംഗ് ഐ ആം ഗോയിങ് ടു ടോക്കിംഗ് ടു യു അബൌട്ട്, അല്ലെ ടെല്ലിംഗ് യു അബൌട്ട്, അല്ലെ ഷോയിങ് യു, അല്ലെ റിപ്പോർട്ടിംഗ് യു. അങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പിന്നെ എന്താണ് ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതായത് ടോപ്പിക് സബ്ജക്ട് നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോഴേക്കും കണ്ടോ, ഐ വിൽ ബി ഡീലിംഗ് വിത്ത് 3 ഏരിയാസ്. ഇപ്പൊ നമ്മൾ അതിനെ പല സെക്ഷൻസ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ SDLC നെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത്. SDLCക്ക് അകത്ത് പല ഫേസുകൾ വരുന്നില്ലേ, റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടും, അതേപോലെ തന്നെ ഡിസൈൻ, കോഡിങ്, അങ്ങനെ പല ഫേസുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അതിനെ ഓരോന്നിനെ പലതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ഡിവൈഡ് മൈ ടോക്ക് ഇൻ ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് ഒരു സെന്റൻസ് ആയിട്ട് അവരെ കൊടുത്തിരിക്കുക. സോ ഐ വിൽ സ്റ്റാർട്ട് ഓഫ് ബൈ ഫില്ലിംഗ് യു ഇൻ ബാക്ക്ഗ്രൗണ്ട് ടു ബ്രിങ്ങിങ് യു അപ് ടു ഡേറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. അതെങ്ങനെയാണ് അതായത് നമ്മുടെ സബ്ജക്ട് എന്താണോ അതിനെ വെച്ചിട്ട് നമ്മൾ അതിനെ പല പാർട്ടായിട്ട്, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്ത പാർട്ട് എന്താണ് അതിനെപ്പറ്റി പറയാം, നെക്സ്റ്റ് അതിനെപ്പറ്റി പറയാം, അങ്ങനെ. അപ്പൊ ഓരോന്നും കഴിഞ്ഞിട്ട് നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോന്നും നമ്മൾ ഔട്ട്ലൈൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തിലേക്കാണ് വരിക, ഐ വിൽ കൺക്ലൂഡ് വിത്ത്, അതായത് നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ അതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺക്ലൂഡ് ചെയ്തൊരു കൺക്ലൂഷൻ പറയുക, കോമൺ ആയിട്ട് പറയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ എന്ത് പറയാ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്കാണ് പോകുക. അതാണ് ഐ വിൽ ഇൻവൈറ്റ് യു ടു ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു മേ ഹാവ്. കണ്ടോ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ സെന്റൻസ് പറയാം. അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രസന്റേഷൻ നമ്മൾ കൊടുക്കുന്ന സെന്റൻസ് ആണ് ഐ വിൽ ഇൻവൈറ്റ് യു ടു ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു മേ ഹാവ്. അപ്പൊ കൺക്ലൂഷൻ നമ്മൾ ചെയ്യുന്ന ഐ വിൽ കൺക്ലൂഡ് വിത്ത് എന്താണോ നമ്മുടെ ടോപ്പിക് അത്, അല്ലെങ്കിൽ എന്താണ് ഐ വിൽ എൻഡ് മൈ പ്രസന്റേഷൻ വിത്ത് എന്ന് പറഞ്ഞിട്ട് പറയുക. ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്തൊരു പ്രസന്റേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് സാധാരണ നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഇതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റസ് ലുക്ക് അറ്റ്, നമ്മൾ ഓരോ സ്ലൈഡും വെച്ചിട്ട് പറയുകയല്ലേ, വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയത്തില്ല. അപ്പൊ ആ സെന്റൻസ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ അതിന്റെ ആ പീക്ക് പോയിന്റിൽ എത്തി കഴിയുമ്പോൾ, അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഷോയിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റസ് ലുക്ക് അറ്റ് എന്താണോ അത്, ദെൻ നെക്സ്റ്റ്, പിന്നെ ലാസ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രസന്റേഷനകത്ത് കണ്ട് വിഷ്വൽ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വിഷ്വൽസ് ടു ആർ ഇൻക്ലൂഡഡ് ഇൻ മിഡിൽ ഓഫ് ദി പ്രസന്റേഷൻ. ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ടു പ്രിപ്പയർ വേസ് ടു പ്രസന്റ് ദം എന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ 7th 8th ചാപ്റ്ററിൽ ഈ വിഷ്വൽ എയ്ഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതാണ് ഇവര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. യൂസിങ് വിഷ്വൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും കണ്ടോ, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, പിക്ടോഗ്രാം, മാപ്പ്, ഫോട്ടോഗ്രാഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻട്രൊഡ്യൂസിങ് എ വിഷ്വൽ. അപ്പൊ നമ്മൾ ആദ്യം ആയിരിക്കത്തില്ല ഒരിക്കലും ഇതേപോലുള്ള ഗ്രാഫുകൾ നമ്മൾ യൂസ് ചെയ്യാൻ. നമ്മൾ എപ്പോഴായിരിക്കും മിഡിൽ ഓഫ് ദി പ്രസന്റേഷനിലായിരിക്കും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻട്രൊഡ്യൂസിങ് എ വിഷ്വൽ നമ്മൾ എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഷോ യു, അല്ലെ ഹാവ് എ ലുക്ക് അറ്റ് ദിസ് ഗ്രാഫ് ഷോസ് ഓർ റെപ്രസെന്റ്, അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സെന്റൻസുകൾ യൂസ് ചെയ്യുക.
ഇനി കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ കണ്ടത് ദിസ് കമ്പയർ എക്സ് വിത്ത് വൈ, ലെറ്റസ് കമ്പയർ, അങ്ങനെയുള്ള സെന്റൻസുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി കൺക്ലൂഷൻ വരുമ്പോഴേക്കും എന്താണ്, ആൻഡ് ഹിയർ ഈസ് സം, അപ്പൊ കൺക്ലൂഷൻ വരുമ്പോൾ ഇതാണ് ഫൈനലി ടു സം അപ്പ്, ഐ വുഡ് ലൈക്ക് ടു സം അപ്പ് നൗ, ദാറ്റ് കൺക്ലൂഡ് മൈ പ്രസന്റേഷൻ, ടു കൺക്ലൂഡ്, അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതേപോലുള്ള വേർഡുകളായിരിക്കും നമ്മൾ സെന്റൻസുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ബോഡി ലാംഗ്വേജ് ഇൻ പ്രസന്റേഷൻ, അതായത് നമ്മുടെ പ്രസന്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ ഈ ഒരു ടേബിളിനകത്ത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ സ്ലൗച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോസ് യു ആർ ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ. പിന്നെ ഐ കോണ്ടാക്ട് ഹെൽപ്പ് യു ടു ക്ലിയർ ആൻഡ് എഫക്റ്റീവ്. പിന്നെ സ്മൈല്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഗസ്റ്റർ ഉണ്ട്, പിന്നെ എന്താണ് പോസ്റ്റർ ഉണ്ട്, പ്രോക്സിമിറ്റി ഉണ്ട്, വേരിയേഷൻ ഇൻ വോയിസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ശ്രദ്ധ. ബോഡി ലാംഗ്വേജ് ഒരു പ്രസന്റേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യുക, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ പോയിന്റ്സ് പറയുന്നില്ലേ, ആ പോയിന്റ്സ് ആണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അതാണ് എഴുതേണ്ടത്. എക്സാമിന് ചോദിച്ചു കഴിയുമ്പോൾ അതാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ റൈറ്റ് അബൌട്ട് പ്രസന്റേഷൻ സ്കിൽസ് എന്നായിരിക്കും ചോദിക്കുക. അപ്പം ഈ ഒരു പോയിന്റ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രണ്ടീ കാണിച്ച ഈ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പ്, ഞാൻ കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ആ സ്റ്റെപ്പിനകത്ത് നമ്മൾ ആ ഇതിനകത്ത് കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് പ്രിപ്പയറിംഗ് പ്രസന്റേഷൻ അത് കണ്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട്, ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ആ പോയിന്റുകൾ എഴുതുക. അപ്പൊ അത് ഷോർട്ടസ്റ്റ് ആയിട്ട് 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് അത്രയൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പൊ അതിന് കണക്കായിട്ട് എഴുതിയാൽ മതി. അല്ലാതെ അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളോ അതൊന്നും കൊടുക്കണമെന്നില്ല. അത് മാർക്കിനനുസരിച്ച് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മുടെ 7th യൂണിറ്റ് കഴിഞ്ഞിട്ട് 8th യൂണിറ്റ്, ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് 8ാമത്തെ യൂണിറ്റ് വരുന്നത്. കണ്ടോ, പ്രസന്റേഷൻ സ്കില്ല് 2 എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടു വിഷ്വൽ എയ്ഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 8.3 കണ്ടു സ്റ്റഡി സ്കിൽസ് വിഷ്വൽ എയ്ഡ്സ് ആണ് പറയുന്നത്. ഇവിടെ നമ്മുടെ നോർമൽ എന്താ പ്രസന്റേഷൻ സ്കില്ലിനെ പറ്റിയാണ് ഈ 7th യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ആദ്യമേ എങ്ങനെ, അതായത് നമ്മളിപ്പോ പ്രസന്റേഷൻ ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവണം എന്നില്ലല്ലോ. അപ്പം എങ്ങനെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് നേടാം എന്നുള്ളതാണ് ഇവിടെ ഇതുണ്ട്. എൻഗേജിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓഡിയൻസ് ഈസ് സെൻട്രൽ ടു ദ സക്സസ് ഓഫ് എ പ്രസന്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രസന്റേഷന്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഓഡിയൻസ് നമ്മുടെ പ്രസന്റേഷനിൽ എൻഗേജ്ഡ് ആണോ അല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇതുണ്ട് സ്ട്രക്ചർ ഓഫ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോമൺലി യൂസ്ഡ് സ്ട്രക്ചേഴ്സ് ഇൻ പ്രസന്റേഷൻ. ആദ്യം ടോപ്പിക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ദിസ് ഈസ് വെൻ യു ഹാവ് സെവറൽ ഐഡിയാസ് ടു പ്രസന്റ് ആൻഡ് വൺ ഐഡിയ സീംസ് നാച്ചുറലി ഇൻ പ്രിസീഡ് ഇൻ അതേഴ്സ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് പാറ്റേൺ. അപ്പം നമ്മൾ എന്താ ടോപ്പിക് ബേസ്ഡ് നമ്മൾ പറയുന്നത്, അതായത് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കിനെ 1 by 1 ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. പിന്നെ ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, this use a time sequence for a framework. This structure is useful in informative and persuasive presentations, both of which are require background information. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പല എന്താ കാറ്റഗറി വരും. അപ്പൊ ഇതുണ്ട്, ഇതിനകത്ത് പ്രൊഡക്റ്റ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അങ്ങനെ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി പ്രോബ്ലം ഓർ സൊല്യൂഷൻ ബേസ്ഡ് വരും. അതായത് ദിസ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഫോർ
persuasive presentations. In the first part of speech outline a problem and the second part present in the solution. അതായത് ഇപ്പൊ നമ്മുടെ റിസർച്ചിന്റെ ഒക്കെ പ്രസന്റേഷൻസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ റിസർച്ചുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പൊ അങ്ങനെയുള്ള റിസർച്ച് ബേസ്ഡ് പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ് റിസർച്ച് ചെയ്തതെന്നുള്ളതും അവരെന്ത് കണ്ടുപിടിച്ചു എന്നുള്ളതും, അപ്പൊ റിസർച്ച് ചെയ്തു എന്നുള്ള എന്താണ് അവിടുത്തെ ഒരു പ്രോബ്ലം ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് പ്രോബ്ലം ഓർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ കോസ് എഫക്റ്റ് ഉണ്ട്, ക്യാൻ ബി യൂസ്ഡ് ടു പെർസ്യൂഡ് സ്പീച്ചസ്. ദിസ് ഫസ്റ്റ് പാർട്ട് ഡിസ്ക്രൈബ് കോസ് ഓഫ് ദി പ്രോബ്ലം ആൻഡ് സെക്കൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് എഫക്റ്റ്. അപ്പൊ അങ്ങനെ 4 ടൈപ്പ് ഓഫ് പ്രസന്റേഷൻസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്: ടോപ്പിക്കൽ, ക്രോണോളജിക്കൽ, ക്ലാസിഫിക്കേഷൻ, പ്രോബ്ലം ഓർ സൊല്യൂഷൻ, കോസ് ഓർ എഫക്റ്റ്. അപ്പൊ ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ഒന്ന് നോക്കി വെച്ചാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്, ഈ 5 എണ്ണേ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ തന്നെ കണ്ടോ, അതിന്റെ ഒരു സ്ട്രക്ചർ അവർ പറഞ്ഞിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് തന്നിരിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് പ്രസന്റേഷൻ ഈസ് ഔട്ട്ലൈൻഡ് അറ്റ് ഇത് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ ആം ഹിയർ ടു ടോക്ക് ടു യു അബൌട്ട് ലാക്ക് ഓഫ് എഫിഷ്യൻസി ഇൻ ദ മാർക്കറ്റിംഗ് ഡിവിഷൻ. ഫസ്റ്റ്ലി ഐ വിൽ ടെൽ യു അബൌട്ട് സ്പെസിഫിക് ഏരിയാസ് വേർ there has been ലെക്സിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. സെക്കൻഡ്ലി നമ്മൾ എന്താണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ഇതുണ്ടോ സ്റ്റഡി സ്കിൽസ്, വിഷ്വൽ എയ്ഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് വിഷ്വൽ എയ്ഡ്സ് ലൈക്ക് ഫ്ലിപ്പ് ചാർട്ട്, ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, പിക്ടോഗ്രാം, മാപ്പ്, ടേബിള്, ഡയഗ്രാംസ്, ഫോട്ടോഗ്രാഫ്സ് എക്സെട്ര can be used for presentation. Visual aids are commonly used in presentation to present information which is complex or statistical in nature. Visual aids can make a presentation more interesting and easier to they also help you to cut down in the amount of talking to her. അപ്പം എന്ത് വിഷ്വലൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓഡിയൻസിന്. അതായത് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കണ്ടു കഴിയുമ്പോഴേക്കും അത് കുറച്ചും കൂടെ എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ നമ്മുടെ ടോക്കിംഗ് നമുക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്ന എന്തായിരിക്കണം, നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുള്ളത് വേണം. അല്ലാതെ എന്തെങ്കിലും ഒരു വിഷ്വൽ എയ്ഡ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഹൗവർ യു എൻഷുർ ദാറ്റ് യുവർ വിഷ്വൽസ് ആർ റിലവന്റ്, അപ്രോപ്രിയേറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. നമ്മളൊരു വിഷ്വൽ കാണിക്കുകയാണെന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം. അല്ലാതെ വെറുതെ നമ്മളൊരു വിഷ്വൽ കാണിച്ചത് കൊണ്ട് കാര്യമില്ല. ഒരു വിഷ്വൽ കാണിച്ചു അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൊടുക്കരുത്. ഒരു വിഷ്വൽ നമ്മൾ കാണിക്കുകയാണ്, ഒരു ഗ്രാഫ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനകത്തെ ഓരോ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് പറ്റിയിരിക്കണം. അപ്പൊ അതാണ് വിഷ്വൽ എയ്ഡ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിഷ്വൽ എയ്ഡ്സ് നമ്മൾ എങ്ങനെയാ പ്രസന്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഐ വിൽ ലൈക്ക് ടു ഷോ യു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ, ആസ് യു ക്യാൻ സീ കണ്ടോ, സെക്ടർ വൈസ് സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടോ, ഒരു ഡയഗ്രാം ആണ് ഇവിടെ, പൈ ചാർട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹാവ് യു ലുക്ക് അറ്റ്, ആസ് യു വിൽ നോട്ടീസ്, നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ, അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് ദിസ് ബാർ ഗ്രാഫ് ഷോ ഓർ റെപ്രസെന്റ് അവർ റിപ്പോർട്ട്സ് ഇൻ ലാസ്റ്റ് 6 years. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അപ്പൊ ഇതിനകത്ത് വേണ്ടി കളേഴ്സ് തന്നിരിക്കുന്ന എക്സ്പോർട്ടിംഗ് റൂബീസ് ആണ്. അപ്പൊ അതൊക്കെ ഹിയർ വി ക്യാൻ സി, ലെറ്റസ് ലുക്ക് അറ്റ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആസ് യു ക്യാൻ സി ദിസ് ബാർ ഗ്രാഫ്, അങ്ങനെ നമുക്ക് ഇവിടെ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തായിരിക്കണം, അതായത് പ്രസന്റേഷൻ എൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യണം. ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന കാര്യം അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ സമ്മറി എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതായത് നമ്മുടെ സബ്ജക്ട് എന്താണോ അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമായിരിക്കണം ചെയ്യുന്നത് 1-2 പോയിന്റ്സിൽ. അതായത് സമ്മറി റിലേറ്റ് ദ മെയിൻ പോയിന്റ്സ് ആൻഡ് എംഫസൈസ് വാട്ട്സ് ദ ഓഡിയൻസ് മസ്റ്റ് റിമെമ്പർ. ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി ന്യൂ ഇൻഫർമേഷൻ. അപ്പൊ എന്തായിരിക്കണം, അതായത് നമ്മൾ കൺക്ലൂഷൻ അല്ലെ സമ്മറി ചെയ്യുമ്പോഴേക്കും ഓഡിയൻസിന്റെ മനസ്സിൽ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പോയിന്റുകൾ വേണം നമ്മൾ പറയാൻ വേണ്ടി. പക്ഷെ അവിടെ കൊണ്ടുവന്ന് പുതിയ പോയിന്റ്സ് പറയാനും പാടില്ല. പക്ഷെ ഓഡിയൻസിന് പെട്ടെന്ന് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോയിന്റ്സ് വേണം നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ വിഷ്വൽ എയ്ഡ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു നെക്സ്റ്റ് ഒരു പ്രിപ്പോസിഷൻ ഗ്രാമർ ആണ് വരുന്നത്, അത് ഞാൻ പറയാം. അതിന് മുന്നേ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പ്രസന്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യമേ നമ്മൾ കണ്ടില്ലായിരുന്നോ, ഒരു 5 ക്ലാസിഫിക്കേഷൻ കണ്ടില്ലായിരുന്നോ? ഇതൊന്ന് നോക്കി വെച്ചാണ് കേട്ടോ ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്വൽ എയ്ഡ് നമ്മൾ കണ്ടു, അതായത് എന്താണ് വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഡെഫിനേഷനും അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജും ഇത് ഈ ഒരു പോർഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രാമർ പോർഷൻ ആണ്. പ്രിപ്പോസിഷൻ. അപ്പൊ എന്താ ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രിപ്പോസിഷൻസ് ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ഷോ ഇത റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രൊനൗൺ ആൻഡ് അതർ വേർഡ്സ് ഇൻ എ സെന്റൻസ്. എന്താ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയിരിക്കും പ്രിപ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എങ്ങനെയുള്ള വേർഡ്സുകളോ, ഒന്നെങ്കിൽ നൗൺസോ അല്ലെ പ്രൊനൗൺസോ അല്ലെങ്കിൽ വേർഡ്സ് ഇൻ എ സെന്റൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ അത് ആ റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിപ്പോസിഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതേണ്ട ഇവര് എക്സാമ്പിൾ ആയിട്ട് ഇതേണ്ട വേർഡ്സ് ഓഫ് ലൊക്കേഷൻ ഉണ്ട്, ഡയറക്ഷനെ സൂചിപ്പിക്കാനുണ്ട്, ടൈം ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ വേർഡ്സ് ഓഫ് മാനർ ഉണ്ട്, പിന്നെ വേർഡ്സ് ഓഫ് ഏജന്റ് ഉണ്ട്, ഫ്രേസൽ പ്രിപ്പോസിഷൻസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് നമുക്ക് പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ ഈ തന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നതന്നെ നോക്കിയാൽ വേർഡ്സ് ഓഫ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഇൻ, ഓൺ, അറ്റ്, ബൈ ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. പിന്നെ എന്താണ് വേർഡ്സ് ഓഫ് ഡയറക്ഷൻ വരുമ്പോഴേക്കും നമ്മൾ ടു, ഫ്രം, അപ്പ്, ഡൗൺ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ വേർഡ്സ് ഓഫ് ടൈം വരുമ്പോഴേക്കും നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? അറ്റ്, ഓൺ, ഡ്യൂറിങ്. പിന്നെ എന്താണ് വേർഡ്സ് ഓഫ് മൂവ്മെന്റ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നത്? ഇൻ ടു, ഔട്ട് ഓഫ്, ത്രൂ. പിന്നെ വേർഡ്സ് ഓഫ് മാനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകൾ എന്തൊക്കെയാണ്? ബൈ, വിത്ത്, ഇൻ. ഇനി വേർഡ്സ് ഓഫ് ഏജന്റ് ആണേലോ ബൈയും വിത്തും. പിന്നെ ഫ്രേസൽ പ്രിപ്പോസിഷൻസ് ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഇൻസ്റ്റെഡ് ഓഫും ഇൻ അഡീഷൻ ടു. ഓക്കെ, അപ്പം ഈ 7 പ്രിപ്പോസിഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ കോമൺ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിപ്പോസിഷൻസ് തന്നിട്ടുണ്ട്. ഇൻ, ഓൺ, അറ്റ്, ബൈ, വിത്ത്, ഫ്രം, ടു, ഓഫ്, അണ്ടർ, എബോവ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് പ്രിപ്പോസിഷൻസിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമേ. അപ്പം ആദ്യമേ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പോസിഷൻ. അപ്പൊ ഈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, ഈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അതായത് നമ്മൾ ഇപ്പം ഈ കണ്ട സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താ എവിടെ അത് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടത്? ടു, വേർഡ്സ് ഓഫ് ഡയറക്ഷൻ. കണ്ടോ? വേർഡ്സ് ഓഫ് ഡയറക്ഷൻ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ വേർഡ്സ് ഓഫ് ഡയറക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനായിരിക്കാം നമ്മൾ കൊടുക്കുന്നത്? വേർഡ്സ് ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇപ്പം നമുക്കൊരു സെന്റൻസ് എഴുതാം. ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ അതെന്താണ്? ഒരു ഡയറക്ഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷനെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് വരുന്ന ഐ ആം ഗോയിങ് ടു സ്കൂൾ. കേട്ടോ, ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പൊ ഇതിന്റെ മലയാളം മീനിങ് വരുമ്പോ എങ്ങനെയാ വരുന്നത്? ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഓക്കെ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പൊ ടു എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? ഇപ്പൊ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളം മീനിങ്, ആ ഒരു മീനിങ് എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, ഇനി നമുക്ക് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് പറയത്തില്ലേ? അപ്പൊ അതെങ്ങനെയാ വരുന്നത്? മലയാളം മീനിങ് അതിന്റെ എങ്ങനെയാ വരുന്നത്? തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ. അപ്പൊ എന്താണ്? തൊട്ട് എന്നുള്ള ഒരു മലയാളം മീനിങ് വരുന്നെന്നിരിക്കട്ടെ, അവിടെ നമുക്ക് എന്തിനാ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു അതായത് ഒരു പ്രവൃത്തിയുടെ മുൻപിലായിരിക്കും നമ്മൾ സാധാരണ ഈ ടു എന്ന് പറയുന്ന യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാ, അതായത് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ചെയ്യാൻ എന്നായിരിക്കും അതിന്റെ മീനിങ് വരുന്നത്. ഇനി ടു ഗോ, പോകാൻ എന്നായിരിക്കും അതിന്റെ മീനിങ് വരുന്നത്. പിന്നെ ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പഠിക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ മുൻപിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ പറയുന്ന ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഐ ആം ഗോയിങ് ടു സ്റ്റഡി. കണ്ടോ? ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഞാൻ പഠിക്കാൻ പോകുന്നു. അപ്പൊ അങ്ങനെ ഉള്ള അപ്പൊ എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എന്താണ്? നമ്മളിപ്പം ഏതെങ്കിലും രണ്ട് വേർഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട്, അതായത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ, ഇന്നത്തെ തൊട്ട് നെക്സ്റ്റ് വരെ എന്നുള്ളിടത്ത് നമുക്ക് ടു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു പ്രവൃത്തിനെ സൂചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? അതായത് ഒരു പ്രവൃത്തിയുടെ മുന്നേ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് മുന്നേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്താണ്? അതായത് നമ്മള് നോട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മലയാളം മീനിങ് വരത്തില്ലേ? ഇപ്പൊ ഞാൻ അമ്മയോട് സംസാരിക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ടു ചേർത്തിട്ട് ഐ ആം ടോക്കിംഗ് ടു മൈ മം. അപ്പൊ അവിടെ എന്താണ്? നമ്മൾ ടു ആണ് ചേർക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇവിടെ ഞാനിപ്പോ 4 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫോർ ആണ്. ഈ ഫോർ എന്ന് പറയുന്ന എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കണ്ടത്? ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിപ്പോസിഷൻ ഇതിനകത്ത് തന്നിട്ടില്ല ഇപ്പൊ. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിപ്പോസിഷനും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നോക്കാം.
അതായത് ഫോർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് വരുന്ന വേണ്ടി എന്ന്, അതായത് മലയാള മീനിങ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് വേണ്ടി എന്നുള്ള ഒരു മലയാള മീനിങ് നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഫോറിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താണ്? ദിസ് ഈസ് ഫോർ യു. പിന്നെന്താണ്? പ്ലീസ് വെയിറ്റ് ഫോർ ഹർ. ദിസ് ഈസ് ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിനക്ക് വേണ്ടിയാണ്. ഇനി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? പ്ലീസ് വെയിറ്റ് ഫോർ ഹെർ. പിന്നെന്താണ്? ഈ ബുക്ക് അവൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദിസ് ബുക്ക് ഈസ് ഫോർ ഹെർ. അപ്പൊ അങ്ങനെ എന്താണ്? നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് വരുന്നിടത്തൊക്കെ നമുക്ക് എന്തിനെ കൊടുക്കാം? ഫോറിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് വിത്ത്. വിത്ത് എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കായിരിക്കും യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ് നമുക്ക് വരുന്ന വിത്ത്. വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്ക് ആയിരിക്കും? അതായത് വിത്ത് വരുമ്പോൾ എന്തായിരിക്കും? കൂടെ, ഒപ്പം, അങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ മീനിങ് വരുന്നത്. അല്ലെങ്കിൽ കൂടെ, ഒപ്പം, അല്ലെ ആയി, അങ്ങനെയൊക്കെയുള്ള പല മീനിങ്ങുകൾ അതിന് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ കൂടെ, ഒപ്പം എന്നൊക്കെയുള്ള മീനിങ്ങിൽ വരുന്ന സെന്റൻസുകൾ എന്തൊക്കെയായിരിക്കും? കം വിത്ത് മീ, എന്നോടൊപ്പം വരൂ, അങ്ങനെ നമ്മൾ പറയത്തില്ലേ? വിത്ത് മീ. പിന്നെ നമുക്കൊരു ഈ വിത്ത് യൂസ് ചെയ്യുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വി സി വിത്ത്. അതായത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. അപ്പൊ എന്താണ്? കൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഈ വിത്ത് യൂസ് ചെയ്യാം കേട്ടോ. അതായത് വി സി വിത്ത് അവർ ഐസ്. ഓക്കെ. പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വർക്കുമായിട്ട് അല്ലെ എന്തെങ്കിലും ഒരു ജോലിയുമായിട്ട് തിരക്കാണെന്ന് നമ്മൾ പറയുവാന്നിരിക്കട്ടെ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ പറയുന്നത്? ഐ ആം ബിസി വിത്ത് മൈ വർക്ക്. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? ഐ ആം ബിസി വിത്ത് മൈ സ്റ്റഡീസ്, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പം അങ്ങനെ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് എൻഗേജ്ഡ് ആണെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കാനും എന്താണ് യൂസ് ചെയ്യുക? ഈ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. അപ്പൊ ബൈ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എവിടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നത് മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ നോട്ട് കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഇത് പലയിടത്തും ഇതുണ്ടോ? വേർഡ്സ് ഓഫ് മാനർ വരുന്നുണ്ട്, വേർഡ്സ് ഓഫ് ഏജന്റിന്റെ കൂട്ടത്തിൽ ബൈ വരുന്നുണ്ട്. അതേപോലെ തന്നെ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷനകത്തും എന്ത് വരുന്നുണ്ട്? ലൊക്കേഷനകത്തും ബൈ വരുന്നുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ടേഷനകത്തും ഒക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നമ്മൾ ഈ ബൈ എന്ന് പറയുന്ന ഈ ഒരു പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബൈ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഇതുണ്ടോ? ഞാൻ ബസ്സിലാണ് വന്നത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വരും? ഐ കെയിം ബൈ ബസ്. ഓക്കെ. അതായത് നമ്മൾ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട്, ഇപ്പൊ ബൈ ബസ്, ബൈ കാർ, അങ്ങനെ നമ്മൾ പറയത്തില്ല, ബൈ സ്കൂട്ടർ, അങ്ങനെ. അതായത് നമ്മൾ എങ്ങനെ വന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. ബസ്. പിന്നെ നമ്മളിപ്പോ പേയ്മെന്റുകളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പൊ മെത്തേഡ് ഓഫ് പേയ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ സൂചിപ്പിക്കുന്ന എന്താണ്? ഈ ബൈ എന്ന് പറയുന്ന ഈ ഒരു പ്രിപ്പോസിഷൻ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഐ വിൽ പേ ബൈ ചെക്ക്. സെന്റൻസ് പറയുമ്പം ഐ വിൽ പേ ബൈ, അതായത് നമ്മൾ എങ്ങനെ പേ ചെയ്തു? ബൈ എങ്ങനെയാണ്? ചെക്ക്. ഓക്കെ.
ഇനി നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനെ റെപ്രസെന്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പൊ കമ്മ്യൂണിക്കേഷനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ പറഞ്ഞ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഐ വിൽ സെൻഡ് യു ബൈ വാട്സ്ആപ്പ്, ഞാൻ നിനക്ക് വാട്സാപ്പിൽ അയക്കാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഐ വിൽ സെൻഡ് യു ബൈ വാട്സ്ആപ്പ്. ഐ വിൽ send you by WhatsApp. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സെന്റൻസുകൾ പറയാം. ബൈ എന്ന് പറയുന്ന യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ബൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈന്. അതായത് നമ്മൾ ഇന്ന തീയതിക്ക് മുന്നേ നമ്മൾ ഫീസ് അടയ്ക്കണമെന്നോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഡെഡ് ലൈനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഡെഡ് ലൈനെ സൂചിപ്പിക്കാൻ നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. കണ്ടോ? പ്ലീസ് സെൻഡ് ഔട്ട് ദി പേയ്മെന്റ് ബൈ മൺഡേ. അതായത് മൺഡേക്കുള്ളിൽ പേയ്മെന്റ് അടയ്ക്കണം എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ എന്താണ്? ഒരു ഡെഡ് ലൈനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷന്, പിന്നെ എന്താണ് പേയ്മെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടേഷനെ സൂചിപ്പിക്കാൻ ഒക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഫ്രം ആണ്. അപ്പം ഫ്രം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഫ്രം എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്രം എന്ന് പറയുമ്പം അതിന് നമുക്ക് രണ്ട് മീനിങ്ങുകൾ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. ഒന്ന് നിന്ന് എന്നുള്ള മീനിങ്ങും ഒന്ന് മുതൽ എന്നുള്ള മീനിങ്ങും ആണ്. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ആണ് എന്ന് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? അതായത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ഫ്രം 9 AM to 10 AM. 9 മണി മുതൽ 10 മണി വരെ ആണ് എന്നാണ് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയണമെന്നുണ്ട്. അതായത് അങ്ങനെ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ്, മലയാളം മീനിങ് വരുന്നിടത്തൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഫ്രം ഫംഗ്ഷൻ സ്റ്റാർട്ട് ഫ്രം 9 AM to 10 AM. ഓക്കെ, കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു സെന്റൻസ്, ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഹെർ. എനിക്ക് അവളിൽ നിന്ന് കിട്ടി. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഹെർ. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഫ്രം എന്ന് പറയുന്ന കാര്യം. അതായത് ആരിൽ നിന്ന്, അത് ആരെങ്കിലും ഒരാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു, അതായത് നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ്ങും അതേപോലെ തന്നെ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനിങ്ങും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഓഫ് ആണ്. ഓഫ്.
ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പേരിന്റെ ഒക്കെ കൂടെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ മെഷർമെന്റുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നെയിം ഓഫ് ദി സ്റ്റുഡന്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ നെയിം ഓഫ് ദി സ്റ്റുഡന്റ്, പിന്നെ എന്താണ് മെഷർമെന്റിനെ സൂചിപ്പിക്കാനാണെങ്കിൽ 1 കപ്പ് ഓഫ് ടീ, അങ്ങനെയല്ല നമ്മൾ സാധാരണ പറയാറ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇന്റെ, യുടെ അങ്ങനെയൊക്കെയുള്ള മീനിങ്ങുകളാണ് ഇതിന് വരുന്നത് കേട്ടോ. അതായത് നെയിം ഓഫ് ദി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം എങ്ങനെയാണ് വരുന്നത്? സ്റ്റുഡന്റിന്റെ പേര്. അപ്പൊ എന്താണ് ഇന്റെ എന്നുള്ള ഒരു മീനിങ് അവിടെ വന്നില്ലേ? പിന്നെ എന്താണ് മെഷർമെന്റ് സൂചിപ്പിക്കാൻ, അതായത് അളവുകളെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വൺ കപ്പ് ഓഫ് ടീ. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു മെഷർമെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രിപ്പോസിഷൻ ഓഫ് ടൈം, ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇന്ന്, അറ്റ്, ഓൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാറുള്ളത് കേട്ടോ, അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇന്നുണ്ട്, അറ്റുണ്ട്, ഇൻ, അറ്റ്, ഓൺ. ഇങ്ങനെ 3 പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇന്ന എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് നമ്മൾ എവിടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? എവിടൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുക? ഇന്നെന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഒരു ടൈം പീരീഡിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ നമ്മുടെ കാലങ്ങളൊക്കെ ഇല്ലേ, ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അങ്ങനെയൊക്കെയുള്ളതാണ് ടൈം പീരീഡ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ടൈം പീരീഡിനെ സൂചിപ്പിക്കുക, അതായത് ഇൻ ദി മോർണിംഗ്, ഇൻ ദി ഈവനിങ്, ഇൻ ദി ആഫ്റ്റർനൂൺ അങ്ങനെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ടൈം പീരീഡ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പൊ കാലങ്ങളില്ല, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിന്റർ, സമ്മർ അങ്ങനെയൊക്കെയുള്ള ഓരോ സീസൺസ് വരത്തില്ലേ, റെയിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ, അതായത് ഇൻ ദ വിന്റർ, ഇൻ ദി സമ്മർ അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സീസൺസ്, കാലങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ വർഷമില്ലേ, ഇയറിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇൻ 2020 അല്ലെ ഇൻ 2024 അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുക. അപ്പം ഇന്ന് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ സൂചിപ്പിക്കുന്നത് ടൈം പീരീഡിനെ റെപ്രസെന്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഓരോ കാലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ വർഷങ്ങളെ സൂചിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പോസിഷനാണ്. അപ്പം അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അതായത് ഒരു എക്സാക്ട് ടൈം ഉണ്ടെന്നിരിക്കട്ടെ, അല്ല ഒരു ബ്ലോക്ക് ഓഫ് ടൈം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള സമയത്തായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം എന്താ നമുക്ക് ഈ പറഞ്ഞ എന്താ ഒരു ക്ലോക്ക് ടൈം, അതായത് 3 o'clock അങ്ങനെയൊക്കെ നമുക്ക് പറയത്തില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്തിനെ ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അറ്റ് ആയിരിക്കും കേട്ടോ. അറ്റ് 3 PM, അറ്റ് 7 PM അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു ടൈം പീരീഡ് ഇല്ലേ, നൈറ്റ്. അപ്പൊ നൈറ്റ് എന്ന് പറയുന്ന ടൈം പീരീഡിന്റെ കൂട്ടത്തിൽ നമ്മൾ അറ്റായിരിക്കും ചേർക്കുക. അതേപോലെ തന്നെ നൂൺ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറ്റായിരിക്കും ചേർക്കുക കേട്ടോ. അപ്പം ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. അതായത് അറ്റ് എന്ന് പറയുന്ന കാര്യം, അതായത് നൂണും നൈറ്റും സാധാരണ എന്തിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്? ടൈം പീരീഡിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. പക്ഷേ അത് നമ്മൾ എവിടെ ആയിരിക്കും? അതിന്റെ തൊട്ട് മുൻപ് നമ്മൾ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന അറ്റ് ആയിരിക്കും. ഇത് അറ്റ് നൈറ്റ് അല്ലെ അറ്റ് നൈറ്റ്, അറ്റ് നൂൺ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അതായത് നൂണിന്റെ കൂട്ടത്തിലും നൈറ്റിന്റെ കൂട്ടത്തിലും നമ്മൾ സൂചിപ്പിക്കുന്നത് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും. അതായത് നൈറ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും സാധാരണ രാത്രി എത്രയാണ്? മിഡ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ രാത്രി 12, അതായത് എക്സാക്ട് 12 എന്നുള്ള ഒരു മീനിങ് അതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നൂൺ എന്ന് പറയുമ്പോഴെന്താണ്? ഉച്ചയ്ക്ക് 12 എന്നുള്ള ഒരു മീനിങ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു കറക്റ്റ് ടൈം ആയിട്ടാണ് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് രണ്ടിനും മുൻപ് നമ്മൾ അറ്റ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. അതായത് നൂണും അതേപോലെ തന്നെ നൈറ്റും ഇതിന്റെ കൂട്ടത്തിൽ രണ്ടിന്റെ മുൻപേ അറ്റായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കറക്റ്റ് ടൈം, അതായത് ഇപ്പൊ 3 PM, 2 PM, 9 PM അങ്ങനെയൊക്കെ പറയുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമ്മൾ യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന ഓൺ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്. അപ്പം ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡേറ്റിനെയും അതേപോലെ തന്നെ ഡേറ്റും ഡേയ്സും വരുന്നുണ്ട്. ഡേയ്സ് വരുമ്പോൾ നമ്മുടെ സൺഡേ, മൺഡേ അങ്ങനെയുള്ള ഡേയ്സ് ഇല്ലേ, ആ ഡേയ്സിനെ സൂചിപ്പിക്കാൻ ഡേറ്റ് പറയുമല്ലോ നമ്മൾ. 9th ജൂലൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് പറയത്തില്ലേ. ഡേറ്റ് പറയാനും അതേപോലെ തന്നെ നമ്മുടെ മന്ത് ഇല്ലേ, മന്തിനെ സൂചിപ്പിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും കേട്ടോ. അതായത് ഡേയ്സിനെ സൂചിപ്പിക്കാൻ, ഡേറ്റിനെ സൂചിപ്പിക്കാൻ, മന്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഓൺ ആയിരിക്കും. അതായത് ഓൺ ഫ്രൈഡേ, ഓൺ സൺഡേ അങ്ങനെ നമ്മൾ പറയും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ എന്താ ഒരു ഡേറ്റ് പറയാനിരിക്കട്ടെ, ഓൺ 9th August 2024 അങ്ങനെ നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ മാസം, മന്തിന്റെ കൂട്ടത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ജനുവരി 20th അല്ലെ ജനുവരി 2004 അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ മാസത്തിന്റെ കൂടെ മന്തിന്റെ കൂടെയും മന്തിന്റെ കൂടെ ഡേറ്റിന്റെ കൂടെ ഡേയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രിപ്പോസിഷൻ, നമ്മൾ പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഇന്ന അറ്റ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ടൈമിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കണ്ടത്. ടൈമിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നത്, അതായത് പല ടൈമിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പൊ അത് നമ്മൾ മോർണിംഗ്, ഈവനിങ്, അതേപോലെ തന്നെ നൈറ്റ്, നൂണ്, പിന്നെന്താണ് ഡേയ്സ് എല്ലൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ പ്രിപ്പോസിഷൻ നമ്മൾ പ്ലേസിനെ വെച്ചിട്ട് നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം പ്രിപ്പോസിഷൻസ് ഏതൊക്കെ? അറ്റും ഇന്നും അതേപോലെ തന്നെ ഓണും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ഓക്കെ, അപ്പൊ ആദ്യം അറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഒരു എക്സാക്ട് ലൊക്കേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ടൈമിന്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തൊക്കെ ടൈമിന്റെ കൂടെ, നൂണ്, ആഫ്റ്റർനൂണ്, പിന്നെ കറക്റ്റ് ടൈം 3 PM 2 PM അങ്ങനെയൊക്കെ. അതേപോലെ തന്നെ ഒരു കറക്റ്റ് പ്ലേസ്, അതായത് ഒരു ലൊക്കേഷൻ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം അറ്റ് സ്കൂൾ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ലൊക്കേഷൻ സൂചിപ്പിക്കാനും എന്ത് കൊടുക്കുന്നു? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ കൊടുക്കുന്നു. ഇനി ഇന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിപ്പോസിഷൻ, അത് നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? അതായത് അകത്ത് എന്നുള്ള ഒരു മീനിങ് അതിന് വരുന്നുണ്ട്. അതായത് റൂമിനുള്ളിലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഷീ ഈസ് ഇൻ ദി റൂം. അതായത് അകത്ത് എന്നുള്ള മീനിങ്ങിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രിപ്പോസിഷൻ സൂചിപ്പിക്കാം? ഇന്ന എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളെയൊക്കെ പറയത്തില്ലേ? അതായത് ഇൻ ഇന്ത്യ, ഇൻ ആഫ്രിക്ക, ഇൻ കൊച്ചി അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പൊ അങ്ങനെ സ്ഥലങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഈ പറഞ്ഞ ഇന്ന എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് അകത്ത് എന്നുള്ള ഒരു മീനിങ് അതിന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെന്റൻസ് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഷീസ് ഇൻ ദി റൂം അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ വലിയ വലിയ സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? ഇന്ന എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതിനു മുന്നേ നമ്മൾ അത് ടൈമിന്റെ സ്ഥലത്ത് കണ്ടായിരുന്നു. ഇന്ന് എങ്ങനായിരുന്നു? അതായത് മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ കൊടുക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഇയറിന്റെ കൂടെ പിന്നെ എന്താണ്? സീസൺ, അതായത് സമ്മർ, വിന്റർ അങ്ങനെയുള്ള സീസൺസിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇന്ന എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ഥലങ്ങൾ, അതായത് പ്ലേസിനെ ആവട്ടെ, പിന്നെ അകത്ത് എന്നുള്ള മീനിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷീസ് ഇൻ ദി റൂം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇന്ന എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സെന്റൻസ് കണ്ടോ എഴുതിയേക്കുന്നത്? ഐ ആം ഇൻ കൊച്ചി അറ്റ് ലുലു മാള്. അപ്പൊ കൊച്ചി എന്ന് പറയുന്ന എന്താണ്? ഒരു പ്ലേസ് ആണ്. അറ്റ് എന്ന് പറയുന്നതോ ലൊക്കേഷൻ ആണ്. അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ ഇന്ന അറ്റ എന്നൊക്കെ പറയുന്ന യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു പ്ലേസിനെ സൂചിപ്പിക്കാനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇന്ന എന്ന് പറയുന്ന യൂസ് ചെയ്യും. അറ്റ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു ലൊക്കേഷനെയോ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളൊരു ബ്ലോക്ക് ഓഫ് ടൈമിനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കും നമ്മൾ ഈ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ, ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എന്താണ്? അതിന്റെ മലയാള മീനിങ് വരുമ്പോൾ എങ്ങനെയാണ് വരിക? പുറത്ത് എന്നുള്ള ഒരു മലയാള മീനിങ് ആയിരിക്കും അതിന് വരിക കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഒരു ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ, അതായത് ടേബിളിന്റെ ബുക്ക് ടേബിളിന്റെ പുറത്താണ് എന്നാണ് അതിന്റെ മലയാള മീനിങ് വരുന്നത്. ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബുക്ക് അപ്പം ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ബുക്ക് ടേബിളിന്റെ പുറത്താണ്. അപ്പൊ അങ്ങനെ പുറത്ത് എന്നുള്ള ഒരു മീനിങ് വരുന്നിടത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് വരുന്നത് കേട്ടോ. ഇന്ന്, അറ്റ്, ഓൺ. അപ്പൊ ഇന്ന്, അറ്റ്, ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് പ്ലേസിനെ റെപ്രസെന്റ് ചെയ്യാനുമാണ്. അപ്പം അത് പല സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ഇന്ന, അറ്റ്, ഓൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിങ്ങനെ ഇതിനകത്ത് കുറച്ച് ടെസ്റ്റുകൾ വരുന്നത് കൊണ്ട് അത് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ പറ്റി പറഞ്ഞത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് ഇത്രയല്ലേ വരുന്നത്. ഇതിൽ കൂടുതലുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന പ്രിപ്പോസിഷൻസിനെ പറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞത്.
അപ്പൊ ഇതെന്റെ ഇവിടെ ജസ്റ്റ് 2-3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോയെ. അപ്പം വേർഡ്സ് ഓഫ് ലൊക്കേഷൻ കണ്ടോ, ഇത് ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. പിന്നെ കണ്ടോ വേർഡ്സ് ഓഫ് ഡയറക്ഷൻ, ഐ ആം ഗോയിങ് ടു ദി സ്റ്റോർ. പിന്നെ വേർഡ്സ് ഓഫ് ടൈം, വി വിൽ മീറ്റ് അറ്റ് 5 o'clock. പിന്നെ വേർഡ്സ് ഓഫ് മൂവ്മെന്റ്, ഇത് കാർ ഡ്രോവ് ഇൻ ടു ദി ഗ്യാരേജ്. പിന്നെ എന്താണ് വേർഡ്സ് ഓഫ് മാനർ, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി വിത്ത് ദ കൊയർ. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുക, പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇതുണ്ട്, അതിന്റെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എൻക്ലോസ്ഡ് സ്പേസിൽ, പിന്നെ സർഫസിലായിരിക്കും ഓൺ യൂസ് ചെയ്യുക, സ്പെസിഫിക് ലൊക്കേഷനിൽ അറ്റ്, ഏജൻസി ഫോർ ബൈ ഫോർ ഏജൻസി ഓർ മീൻസിൽ, വിത്ത് എന്ന് പറയുന്ന അക്കംപെയിൻമെന്റിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് ചെയ്തിട്ട്, പ്രിപ്പോസിഷൻ, വേർഡ്സ് ഓഫ് ലൊക്കേഷൻ, ഡയറക്ഷൻ, ടൈം എന്ന് പറയുന്ന ഈ ഒരു കാര്യം കേട്ടോ. വേർഡ്സ് ഓഫ് ലൊക്കേഷനിൽ ഇന്ന്, ഓൺ, അറ്റ്, ബൈ, വിത്ത്. ഡയറക്ഷനിൽ ടു, ഫ്രം, അപ്പ്, ഡൗൺ, ത്രൂ. വേർഡ്സ് ഓഫ് ടൈമിൽ അറ്റ്, ഓൺ, ഡ്യൂറിങ്, ബിഫോർ, ആഫ്റ്റർ. ഓക്കെ, അത് ഇത്രയാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഫോർ എ സക്സസ്ഫുൾ ലൈഫ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നതാണ് 9ാമത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഇന്റർപേഴ്സണൽ സ്കില്ല്, അല്ലെ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഈ യൂണിറ്റിൽ പറയുന്നുണ്ട്. ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഫോർ എ സക്സസ്ഫുൾ ലൈഫ് അറ്റ് ദി വർക്ക് പ്ലേസ് എന്നതാണ് ഈ 9ാമത്തെ യൂണിറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, ഇന്റർപേഴ്സണൽ സ്കില്ലിനെ പറ്റി, അല്ലെ വർക്ക് പ്ലേസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ. അപ്പം ആദ്യം ഇവിടുത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇതുണ്ട് ഇന്റർപേഴ്സണൽ സ്കില്ല്. ഇവിടെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എബിലിറ്റി ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കണക്ട് വിത്ത് അതേഴ്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ, എക്സ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. അല്ലെ, അതായത് നമ്മൾ ഒരു വർക്ക് പ്ലേസിൽ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ എസെൻഷ്യൽ ടൂൾ ഫോർ ബിൽഡിംഗ് സ്ട്രോങ് പ്രൊഡക്റ്റീവ് relationship, whether you are collaborating on the project, resolving conflict, or simply engaging in day-to-day conversations. These skills lay the foundation for positive and efficient work environment. അപ്പൊ ഇന്റർപേഴ്സണൽ സ്കില്ല് ഇന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തെന്ന് പറയുന്നിരിക്കുന്നത്, നമ്മുടെ വർക്ക് പ്ലേസ് ലൈഫ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് എന്നാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ആദ്യമേ ഇന്റർപേഴ്സണൽ സ്കില്ല് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. ഇന്റർപേഴ്സണൽ സ്കിൽ എൻകോംപാസ് വാട്ട് വി യൂസ് ടു ഇന്ററാക്ട്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് വർക്ക് എഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്. These skills are not only about talking but also about listening, understanding and connecting with people. By developing these skills, you can build a healthier, more positive relationship in both of your personal and professional life. ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ, എമ്പതി, നെഗോഷിയേഷൻസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ് ഉണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ടീം ഓറിയന്റഡ് വിഷൻസ് ഉണ്ട്, കൊളാബറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, മോട്ടിവേഷൻസ് ഉണ്ട്, പെർസ്യൂഷൻസ് ഉണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സ്കിൽസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലും ഇതിനെപ്പറ്റിയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നോക്കാം. അത് നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത് ഷെയർ ചെയ്തത്. അപ്പൊ ഇതുണ്ട് ഇവിടെ പറയുന്നുണ്ട്, ഇതുണ്ട് ഇൻട്രൊഡക്ഷൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇത് വർക്ക് പ്ലേസ് ഈസ് റാപ്പിഡ്ലി changing. While it is important to have our degrees and diplomas in place, it is equally important to remember that for your upward mobility in your professional life, if it is no longer just about our education and expertise, but how to tell you can handle ourselves and others.
ഓക്കെ, അപ്പം വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് എന്താ, ഡേ ടു ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ എന്താ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ലൈഫ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വർക്ക് പ്ലേസ് ലൈഫ് എന്ന് പറയുന്നത് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, സോ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഓഫ് കോഴ്സ് യുവർ അക്കാഡമിക് ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസ്, ബട്ട് അലോങ് വിത്ത് ദാറ്റ് പേഴ്സണൽ ക്വാളിറ്റീസ് സച്ച് ആസ് ഇനിഷ്യേറ്റീവ് ആൻഡ് എംപതി, അഡാപ്റ്റബിലിറ്റി ആൻഡ് പെർസീവ്നെസ് അതെന്ന് പറയുന്ന ഒരു വർക്ക് പ്ലേസിൽ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാട്ട് എംപ്ലോയീസ് വാണ്ട്, അതാണ് നമ്മളിപ്പം നെക്സ്റ്റ് ഇതേണ്ട ഈ ഒരു ഇതിനകത്ത് നോട്ടിനകത്ത് പറഞ്ഞ വാട്ട് എംപ്ലോയീസ് വാണ്ട് എന്നുള്ളത്. അതായത് എംപ്ലോയീസ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത്. അതായത് മോർ ആൻഡ് മോർ എംപ്ലോയീസ് ആർ complaining both in the developed and the developing countries that half of the people working for the lack of communication skill as well as social skills. Many of them lack of the motivation to keep learning and updating themselves continuously at their job. These people are familiar with the era with their parents who lived in the world of 70s and 80s where people got ahead to going the right schools and colleges and going well there. അപ്പം നമുക്ക് വേണ്ട ക്വാളിറ്റീസ്, അതായത് വാട്ട് എംപ്ലോയീസ് വാണ്ട്, എംപ്ലോയീസിന് എന്തൊക്കെയാണ് വേണ്ടത്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഒരു വർക്ക് പ്ലേസിൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എക്സ്പെഷ്യലി ലിസണിങ് ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്രിയേറ്റീവ് റെസ്പോൺസ് ടു സെറ്റ്ബാക്സ് ആൻഡ് obstacles, in a personal management, confidence, motivation to work towards goal, a sense of wanting to develop one's professional life and take pride in one's accomplishment, in a group and interpersonal effectiveness, cooperativeness and teamwork skills at negotiating disagreements, wanting to contribute for the well-being of an organization, showing potential for a leadership skill. കണ്ടോ, അപ്പൊ ഒരു വർക്ക് പ്ലേസിൽ മെയിൻ ആയിട്ട് വേണ്ട ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഒരു വർക്കർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് വേണ്ട ക്വാളിറ്റീസ് എക്സ്പെക്ട് ചെയ്യുന്ന ഇതൊക്കെയാണ്. അപ്പൊ ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്താണ്. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അഡാപ്റ്റബിലിറ്റി ഉണ്ട്, അഡാപ്റ്റബിലിറ്റി ആൻഡ് ക്രിയേറ്റീവ് റെസ്പോൺസ് ഉണ്ട്, പേഴ്സണൽ മാനേജ്മെന്റ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, മോട്ടിവേഷൻസ് ഉണ്ട്, പിന്നെന്താണ് ഗ്രൂപ്പ് ആൻഡ് ഇന്റർ പേഴ്സണൽ എഫക്റ്റീവ്നെസ് ഉണ്ട്, കോപ്പറേറ്റീവ്നെസ് ഉണ്ട്, ടീം വർക്ക് ഉണ്ട്, പിന്നെന്താണ് സ്കിൽസ് അറ്റ് നെഗോഷിയേറ്റിംഗ് ഡിസഗ്രിമെന്റ്സ് ഉണ്ട്, പിന്നെ എന്താണ് വാണ്ടിങ് ടു കോൺട്രിബ്യൂട്ടിംഗ് ഫോർ എ വെൽ ബീങ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഷോയിങ് പൊട്ടൻഷ്യൽ ഫോർ എ ലീഡർഷിപ്പ് റോൾ. ഇതൊക്കെയാണ് ആരുടെ ക്വാളിറ്റീസ്, ഒരു എംപ്ലോയർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് എ സ്റ്റാർ പെർഫോമർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇറ്റ് മസ്റ്റ് ബി realized that earlier it was a intelligent quotient IQ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, which was the apparent measure of a successful leader.
അപ്പൊ ഒരു സക്സസ്ഫുൾ ലീഡറെ നമ്മൾ മെഷർ ചെയ്യുന്ന എന്തിന്റെ ബേസിൽ, ഐക്യുവിന്റെ ബേസിൽ, അത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യം. അപ്പൊ ഇറ്റ് ഈസ് നൗ ബീൻ ഫൗണ്ട് ദ പീപ്പിൾ ഹാവ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് ഫൗണ്ട് മോർ ദാൻ ഐക്യു ആൻഡ് expertise in one's field for determining who excels at their job. The common core of the personal and social abilities which required for a person's success at a workplace. അപ്പൊ വർക്ക് പ്ലേസിലെ സക്സസ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? പേഴ്സണൽ ആൻഡ് സോഷ്യൽ എബിലിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ കോമ്പീറ്റൻസിനെ പറ്റിയാ. പേഴ്സണൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? These competence are about ourselves and our patterns of behavior. Here we have understand how we have to manage our own ഇമോഷൻസ്. അതായത് നമ്മൾ വർക്ക് പ്ലേസിൽ ആകുമ്പോഴേക്കും എന്താ, നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലേ. അതായത് നമുക്ക് ഭയങ്കര ജോബ് പ്രഷർ ഒക്കെ വരുമ്പോഴും, അല്ലാതെ ഇപ്പൊ എന്താ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താ ഇമോഷണലി പല പ്രോബ്ലംസും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് എന്തിനകത്ത് പറയുന്ന പേഴ്സണൽ കോമ്പീറ്റൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ദിസ് ഹാവ് ബീൻ ഡിവൈഡഡ് ഇൻടു 3 states with their respective substate. These are self-awareness, self-regulation and motivation. So self-awareness എന്ന് പറഞ്ഞാൽ എന്താ? This is about knowing one's internal state, preferences, resources and intuitions. ഓക്കെ, അതിനകത്ത് ഇമോഷണൽ അവയർനെസ് വരുന്നുണ്ട്, സെൽഫ് അസസ്മെന്റ് വരുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇമോഷണൽ അവയർനെസ്സിനകത്താണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഈ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. സെൽഫ് അസസ്മെന്റിനകത്ത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് അറിഞ്ഞിരിക്കണം, അസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. ഇനി സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് വർത്ത്, കേപ്പബിലിറ്റീസ്, കപ്പാസിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഈ പേഴ്സണൽ കോമ്പീറ്റൻസിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, മോട്ടിവേഷനും ആണ് എന്തിനകത്ത് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഈ പേഴ്സണൽ കോമ്പീറ്റൻസിനകത്ത് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടോ, നെക്സ്റ്റ് മേജർ കോമ്പീറ്റൻസ് ഈസ് സെൽഫ് റെഗുലേഷൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റും റിസോഴ്സും ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. പിന്നെ സെൽഫ് കൺട്രോൾ, നമ്മൾ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ എന്താണ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എത്തിക്കൽ വർക്ക് ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ അഡാപ്റ്റബിലിറ്റി വരുന്നുണ്ട്, ഇന്നോവേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഫൈനൽ പേഴ്സണൽ കോമ്പീറ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മോട്ടിവേഷൻസ്. അപ്പം ഇതൊക്കെയാണ് പേഴ്സണൽ കോമ്പീറ്റൻസിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ്സും സെൽഫ് റെഗുലേഷനും മോട്ടിവേഷനും വരുന്നുണ്ട് മെയിൻ ആയിട്ട്. ഇനി സോഷ്യൽ കോമ്പീറ്റൻസ് വരുമ്പോഴേക്കും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? എമ്പതിയും അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസും ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതേഴ്സിന്റെ ഫീലിങ്സും നീഡ്സും കൺസേണിലും ഒക്കെ നമ്മൾ അവെയർ ആയിരിക്കുക എന്നുള്ളതും. സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിവീൽ യുവർ ആപ്റ്റ്നസ് അറ്റ് ഇൻക്ലൂഡിംഗ് ഡിസ്ക്രൈബ് റെസ്പോൺസ് ഇൻ അതേഴ്സ്. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് എന്തിനകത്ത് വരിക? സോഷ്യൽ കോമ്പീറ്റൻസിനകത്ത് വരിക. പിന്നെ നെക്സ്റ്റ് സോഷ്യൽ സ്കിൽസാ. സോഷ്യൽ സ്കിൽസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് വരുന്നുണ്ട്, ലീഡർഷിപ്പ് വരുന്നുണ്ട്, പിന്നെ ഇതിനകത്ത് കൊളാബറേഷൻ കോർപ്പറേഷൻസ് വരുന്നുണ്ട്. കൊളാബറേഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗോൾസിനെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് കൊളാബറേഷൻ ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബിൽഡിംഗ് ബോൺസ് വരുന്നുണ്ട്. ബിൽഡിംഗ് ബോൺസ് നമ്മൾ എന്താണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടീം കേപ്പബിലിറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത് സോഷ്യൽ ആയിട്ട് വരുന്ന സ്കിൽസ് എന്ന് പറയുന്നത്.
സോഷ്യൽ സ്കിൽസിനകത്ത് വരുന്നതാണ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ എബിലിറ്റി ടു പെർസ്വേഡ് അതേഴ്സ് ടു അവർ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അറിയാമല്ലോ. കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലോ ദിസ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു നെഗോഷിയേറ്റ് ആൻഡ് റിസോൾവ് ഡിസ്അഗ്രിമെന്റ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ ചേഞ്ച് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേപ്പബിലിറ്റി ടു ഇനിഷ്യേറ്റിംഗ് ആൻഡ് മാനേജിംഗ് ചേഞ്ച് വിത്തൗട്ട് ഹേർട്ടിംഗ് ദ feelings and the interest of others. പിന്നെ building bonds means the ability to nurture relationship in office space. Collaboration and cooperation, working with others towards shared goals and goals. Finally, team capabilities which involve creating group in pursuing the collective goals of the organization. Okay, അപ്പോൾ ഇതൊക്കെയാണ് എന്തിനകത്ത് വരിക? സോഷ്യൽ സ്കിൽസിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ NLP എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഈ NLPനെ പറ്റി ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ടേഴ്സി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ടേഴ്സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ അത് ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും വരിക. 5 എണ്ണമൊക്കെ കാണും 2 മാർക്ക് വെച്ചിട്ട്. അപ്പൊ 10 മാർക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാറുള്ളത് കേട്ടോ. ഇപ്പൊ NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇതെന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. അപ്പം എന്തുമായിട്ടായിരിക്കും അത് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ന്യൂറോളജിക്കൽ പ്രോസസ്സ്. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ആൻ സൈക്കോളജിക്കൽ അപ്രോച്ച്. അതാണ് ഇത് കണ്ടോ. അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ടൂൾസ് ഓഫ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഓർ NLP can help you become an excellent influencer as well as acquire the self-awareness and technique to adapt to change to achieve your aspirations. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രൊഫഷണൽ ഗോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് NLP is a psychological approach that explore the connection between neurological process, language and behavioral pattern. അപ്പം NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ സൈക്കോളജിക്കൽ അപ്രോച്ച് ദാറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ന്യൂറോളജിക്കൽ പ്രോസസ്, ലാംഗ്വേജ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ. അപ്പൊ NLP എന്ന് പറയുന്നത് എന്തുമായിട്ടായിരിക്കും കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ഇറ്റ് കണ്ടെയ്ൻ ന്യൂറോളജിക്കൽ പ്രോസസ്, ലാംഗ്വേജ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ. സോ ഇറ്റ് ഈസ് നോൺ ആസ് NLP. ഓക്കെ. ഇതിന്റെ അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ചേഞ്ച് തോട്ട് പാറ്റേൺസ് ആണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് അതുകൊണ്ടാണ് പറയാൻ കാരണം കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ചേഞ്ച് തോട്ട് പാറ്റേൺ. പിന്നെന്താണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, എൻഹാൻസ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും, അതേപോലെ തന്നെ ഓവർകം ആങ്സൈറ്റി ആൻഡ് അതർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ മെയിൻ കീ കൺസേൺസ് എന്ന് പറയുന്നതാണ് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക്കും പ്രോഗ്രാമിങ്ങും എന്ന് പറയുന്നത്. അങ്ങനെ 3 കൺസേൺസ് ആയിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. വാട്ട് ഈസ് NLP എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് എന്നാണ് അതിനെ ഷോർട്ട് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് 3 കമ്പോണൻസ് ആയിട്ട് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ന്യൂറോ ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഉണ്ട്, പിന്നെന്താണ്? പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പൊ ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമായിട്ടായിരിക്കും കണക്ട് ചെയ്ത് നിൽക്കുന്നത്? റെഫേഴ്സ് ടു ദി നെർവ് സിസ്റ്റം വേർ അവർ എക്സ്പീരിയൻസ് ആൻഡ് റിസീവ്ഡ് ആൻഡ് പ്രോസസ് ത്രൂ ഔട്ട് അവർ 5 സെൻസ്. ഓക്കെ. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? represent the language that we use, both verbal and non-verbal, that shapes and reflect our experience of the world. പിന്നെന്താണ്? പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്ക്രൈബ് ട്രെയിനിങ് ourselves to think, speak and act in new ways. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് എന്തിനകത്ത് വരിക? NLPക്കകത്ത് വരിക. അപ്പൊ NLPക്കകത്ത് ഫസ്റ്റ് വന്ന എന്താണ്? ന്യൂറോ ആണ്. ന്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻസും അതേപോലെ തന്നെ ന്യൂറൽ കണക്ഷൻസും ആണ് അതിനകത്ത് വരിക. ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക് എന്ന് വരുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും വരുന്നത്? ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ് വരിക. പ്രോഗ്രാമിങ്ങിനകത്ത് എന്തായിരിക്കും വരുന്നത്? നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ ആൻഡ് ഹാബിറ്റുകളായിരിക്കും അതിനകത്ത് വരിക. ഓക്കെ.
അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞിട്ട് NLP is extremely goal oriented ആണ്, ബേസ്ഡ് ഓൺ യു ആർ ക്ലിയർ അബൌട്ട് യു വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ സെൽഫ് അവയർനെസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും, അതേപോലെ തന്നെ ബെറ്റർ റിലേഷൻഷിപ്പും സ്ട്രെസ് മാനേജ്മെന്റും മെന്റൽ ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റും, ഈ NLP കൊണ്ട് നമുക്ക് പറ്റും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, സെൽഫ് അവയർനെസ് ഉണ്ട്, അതായത് ഇംപ്രൂവ്ഡ് സെൽഫ് അവയർനെസ് ഉണ്ട്, എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട്, കോൺഫിഡൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ എന്താണ് ഇഫക്റ്റീവ് സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ട്, ഇംപ്രൂവ്ഡ് മെന്റൽ ഹെൽത്ത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് റാപ്പോർട്ട് വരുന്നുണ്ട്, സെൻസറി അക്യൂറ്റി വരുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ റാപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, this is a fundamental concept in NLP where successful communication implies maximizing similarities and minimizing differences at conscious as well as subconscious level. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കോൺഷ്യസ് ലെവലിലും സബ് കോൺഷ്യസ് ലെവലിലും എങ്ങനെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. ഇനി സെൻസറി അക്യൂറ്റി എന്ന് പറഞ്ഞാലോ, this suggests being aware of and being sensitive to other people, often non-conscious and non-verbal level. അപ്പം എന്താ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള നോൺ കോൺഷ്യസ് ആൻഡ് നോൺ വെർബൽ ടൈമിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അവെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് സെൻസറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാലോ, ഇഫ് യു ആർ പ്രിപ്പയർ ടു ചേഞ്ച് യുവർ ബിഹേവിയർ ടു സ്യൂട്ട് യുവർ ഡിസൈഡ് ഔട്ട്കം, യു ആർ മോർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ. ഫ്ലെക്സിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഡിഫറെന്റ് റിസൾട്ട് യു പ്രോബബ്ലി ഹാവ് ടു മേക്ക് സം ചേഞ്ചസ് ആൻഡ് find alternative to your tried and tested actions and respond to people in situations and challenges. അപ്പൊ എന്താ, നമുക്കിപ്പം നമ്മൾ രണ്ട് പ്രോസസ് ചെയ്ത് നോക്കി നമുക്ക് അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് കിട്ടി, അപ്പൊ അതിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഫ്ലെക്സിബിലിറ്റിക്കകത്ത് വരിക. അപ്പൊ അങ്ങനെ 3 മെത്തേഡ്സ് ആണ് നമ്മൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, NLPക്കകത്ത് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകൾ എന്ന്. റാപ്പോർട്ട് ഉണ്ട്, സെൻസറി ആക്ടിവിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇത്രയാണ് NLPക്കകത്ത് പറയുന്നത്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അപ്പം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നായിരുന്നു നമ്മൾ പറഞ്ഞു. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഈസ് എ സൈക്കോളജിക്കൽ അപ്രോച്ച് ദാറ്റ് എക്സ്പ്ലോർ ദ കണക്ഷൻ ബിറ്റ്വീൻ ന്യൂറോളജിക്കൽ പ്രോസസ്, ലാംഗ്വേജ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ. ഓക്കെ, ന്യൂറോളജിക്കൽ പ്രോസസ്, ലാംഗ്വേജ്, ബിഹേവിയറൽ പാറ്റേൺ, അതാണ് എന്തിനകത്ത് നമ്മൾ നോക്കുക, NLPക്കകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന ഇംപ്ലിമെന്റിങ് ഇത് ചേഞ്ചിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇമോഷണൽ അവയർനെസ്സിനെ പറ്റി. അതായത് ഇമോഷണൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമോഷണൽ അവയർനെസ് അതായത് നമ്മുടെ ഇമോഷൻസും അതിനെ എന്താണ് മാനേജ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ഇമോഷൻസ് എപ്പോഴൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ്, അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെൽഫായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വർക്ക് ലൈഫിൽ. അപ്പം അതിനെപ്പറ്റി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ വർക്ക് ലൈഫിനെ നെഗറ്റീവ് ആയിട്ട് അഫക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് വാട്ട് ഇമോഷൻസ് യു ആർ ഫീലിംഗ് ആൻഡ് ബൈ റിയലൈസ് ഹൗ ദിസ് ഫീലിംഗ്സ് ആർ ലിങ്ക്ഡ് ആൻഡ് വാട്ട് യു തിങ്ക് ആൻഡ് ഡു ആൻഡ് സ്പീക്ക്, റെക്കഗ്നൈസ് ഹൗ ദിസ് ഫീലിംഗ്സ് അഫക്ട് യുവർ പെർഫോമൻസ് അറ്റ് ദി വർക്ക് പ്ലേസ് ആൻഡ് ഓഫ് കോഴ്സ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത്, നമ്മുടെ ഫീലിംഗ്സ് എന്താണെന്നുള്ളത്, അപ്പൊ അങ്ങനെ ഇമോഷൻസ് ഫീലിംഗ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ വർക്ക് പ്ലേസിലെ പെർഫോമൻസിനെ അഫക്ട് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ കാര്യങ്ങളെ പറ്റി നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം, അതിൽ നമ്മൾ അവെയർ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, അല്ലെ ഇമോഷണൽ അവയർനെസ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, നെക്സ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് ആണ് വരുന്നത്. അപ്പൊ അത് തൊട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ബ്ലൈൻഡ് സ്പോട്ടും പിന്നെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടെ ഉള്ള ഈ യൂണിറ്റ് തീരും. പിന്നെ നമുക്ക് 2 യൂണിറ്റും കൂടെ വരുന്നത്. അപ്പൊ ബാക്കി ആ 2 യൂണിറ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഓക്കെ, ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമേ. അപ്പൊ ഓക്കെ, താങ്ക് യു.